സജി ചെറിയാന് മന്ത്രിസ്ഥാനത്ത് തുടരാൻ കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നേരത്തെ ഇതേ പ്രസംഗത്തിന്റെ പേരിലാണ് സജി ചെറിയാന് മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നത്. വിഷയം നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ചർച്ചയായേക്കും. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, രാജിയാവശ്യം പ്രതിപക്ഷം ശക്തമാക്കുകയാണ്. ഇനിയിപ്പോൾ രാജിയില്ല എന്ന് സർക്കാർ തീരുമാനിച്ചാൽ വലിയ പ്രതിഷേധത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും ഒക്കെ പ്രതിപക്ഷവും BJPയും ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. അതൊരു മുന്നറിയിപ്പായി നേതാക്കൾ നൽകുന്നുണ്ട്. എന്തായിരിക്കും CPMന്റെ നീക്കം? സജി ചെറിയാനെ ഈ അന്വേഷണ സമയത്ത് മന്ത്രിസഭയിൽ തുടരാൻ അനുവദിക്കുക, സംരക്ഷിക്കുക എന്നതായിരിക്കുമോ? സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ ആ സൂചനയാണുള്ളത്. വിജയകുമാർ, ഒരേ പ്രശ്നത്തിൽ എന്തിന് ഒന്നിലധികം തവണ രാജി എന്നുള്ളതാണ് CPM ഇപ്പോൾ ഉയർത്തുന്ന ഇക്കാര്യത്തിലെ വാദം. CPM ഇക്കാര്യത്തിൽ പ്രധാനമായും CPMും അതേപോലെ തന്നെ മുന്നണിക്കുള്ളിലും ഒരു പൊതുധാരണയായി ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു വിലയിരുത്തൽ എന്ന് പറയുന്നത് സജി ചെറിയാൻ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ധാർമ്മികമായി ഒരിക്കൽ രാജിവെച്ചതാണ്. അതിനുശേഷം അദ്ദേഹം അന്വേഷണം നേരിട്ടു, പോലീസ് അന്വേഷണം നടത്തി, കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു, റിപ്പോർട്ട് കോടതി അംഗീകരിക്കുകയും ചെയ്തു. ശേഷം അപ്പീലായി ഹൈക്കോടതിയിലേക്ക് പോവുകയും ഹൈക്കോടതി ഇപ്പോൾ അന്വേഷണത്തിലെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും പുനരന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ആ അന്വേഷണം നടക്കട്ടെ, അതിനെന്തിന് രാജി എന്നുള്ളതാണ് CPMന്റെ ഇപ്പോഴത്തെ നിലപാട്. നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സമാനമായ വിലയിരുത്തലും അഭിപ്രായ പ്രകടനങ്ങളും മാത്രം ഉയരാനാണ് സാധ്യത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ സജി ചെറിയാൻ ഇനിയും അന്വേഷണം നേരിടാൻ അതിന് രാജിവെച്ച് മാറി നിൽക്കേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളത് തന്നെയായിരിക്കും സർക്കാരും CPMും മുഖ്യമന്ത്രിയും ഒക്കെ എടുക്കുന്ന നിലപാട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതുതന്നെയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യവും. അത് ധ്വനിയായി മുഴങ്ങുന്ന തരത്തിലായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണവും ഉണ്ടായത്. വിഷയത്തിൽ യാതൊരു ധാർമ്മിക പ്രശ്നവും നിലവിലില്ല. പോലീസ് അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ടിനെ സാധൂകരിക്കുന്ന നിലപാടാണ് കീഴ്ക്കോടതി സ്വീകരിച്ചത്. അതാണ് ഹൈക്കോടതിയിൽ എത്തിയത്. വീണ്ടും അന്വേഷിക്കാനാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അന്വേഷിച്ച റിപ്പോർട്ട് നൽകട്ടെ. വിഷയത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് കോടതി പോകാത്തിടത്തോളം ധാർമ്മിക പ്രശ്നമില്ല. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് ആദ്യം രാജിവെച്ചത്. കീഴ്ക്കോടതി പോലീസ് റിപ്പോർട്ട് ശരിവെച്ചതുകൊണ്ട് വീണ്ടും മന്ത്രിയായത്. പ്രസംഗം പരിശോധിച്ച് തെറ്റില്ലെന്ന് ഒരു കോടതി പറഞ്ഞു, അടുത്ത കോടതി അതിന് വിരുദ്ധമായി പറഞ്ഞു. അതിനു മുകളിലും കോടതി ഉണ്ടല്ലോ, അന്വേഷണം തുടർന്ന് നടത്തണമെന്ന് മാത്രമാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ അല്ലെങ്കിൽ ഇന്ന് വിശദീകരിച്ച കാര്യം. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തിൽ സജി ചെറിയാന്റെ രാജി അതിന് ഒരു തരത്തിലുള്ള കളവും ഒരുങ്ങുന്നില്ല. മാത്രവുമല്ല, പ്രതിപക്ഷം ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ശക്തമാക്കുകയാണെങ്കിൽ അതിനെ ഗൗനിക്കാതെ പോവുക എന്നുള്ളൊരു നിലപാടായിരിക്കും CPM ഈ വിഷയത്തിൽ സ്വീകരിക്കുക. പരിക്കുകളില്ലാതെ തട്ടുകേടുകളില്ലാതെ സജി ചെറിയാൻ ക്യാബിനറ്റിൽ മന്ത്രിസഭയിൽ തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് CPMൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. വിജയകുമാർ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. നാളത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്തേക്കും. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഹൈക്കോടതി ഉത്തരവിൽ ഗൗരവമുള്ള ചില പരാമർശങ്ങളുണ്ട്. പോലീസ് അന്വേഷണം കാര്യക്ഷമമായിരുന്നില്ല, അത് വേണ്ട കാര്യങ്ങളൊന്നും പരിശോധിക്കാതെ ഒരു റിപ്പോർട്ട് കൊടുക്കുകയും അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. ആ നടപടി കൂടി ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ സാഹചര്യം എന്നത് പോലീസ് കൊടുത്ത റിപ്പോർട്ട് തള്ളി മന്ത്രിയുടേത് അനാദരവുണ്ടാക്കുന്ന വാക്കുകളെന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെടുന്നു എന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്.